ഏതൊരു മലയാളിയും താമസിക്കാൻ ആഗ്രഹിക്കുന്ന അന്തരീക്ഷമുള്ള 47 സെന്റ് സ്ഥലത്തുള്ള ഫ്രണ്ടിൽ വീതിയുള്ള ടാറിങ് റോഡും തോടുമുള്ള നല്ലൊരു ഇരുനില വീട് വളരെ ലാഭകരമായിട്ട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. ഇത് 47 സെന്റ് സ്ഥലത്ത് ഏതാണ്ട് 2700 സ്ക്വയർ ഫീറ്റ് ആയിട്ട് ഇഷ്ടികയിലും ആറ്റുമണലിലും നിർമ്മിച്ചിരിക്കുന്ന തകർപ്പനൊരു വീടാണ്. ഈ വീട് നിർമ്മിച്ചിട്ട് 15 വർഷത്തിന് മുകളിലേ ആയിട്ടുള്ളൂ. കിഴക്ക് ദർശനത്തിലുള്ള വറ്റാത്ത കിണർ വെള്ളമുള്ള തകർപ്പനൊരു 4 ബെഡ്റൂം വീടാണ്. 4 ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. വറ്റാത്ത കിണർ വെള്ളമുണ്ട്. ലൊക്കേഷൻ വരുന്നത് കോട്ടയം ജില്ലയില് പാലായ്ക്കും തൊടുപുഴയ്ക്കും ഈരാറ്റുപേട്ടയ്ക്കുമൊക്കെ മധ്യത്തിലായിട്ടാണ്. ഇവിടെ നിന്നും ഈരാറ്റുപേട്ട തൊടുപുഴ ഹൈവേയിലേക്ക് ഏതാണ്ട് 500 മീറ്റർ മാത്രം ദൂരം, ബസ് റോഡിലേക്ക് 150 മീറ്റർ മാത്രം ദൂരം. അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള നല്ലൊരു 4 ബെഡ്റൂം വീടാണ്. തെക്ക് വശത്തായിട്ട് വളരെ വലിയൊരു പൊളി നിപ്പുണ്ട്. കിഴക്ക് വശമൊക്കെ താന്നു നിൽക്കുന്ന നല്ലൊരു പുരയിടമാണ്. മുറ്റത്തൊക്കെ 4-5 വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാവുന്നതാണ്. മൊത്തം ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന മനോഹരമായ ഒരു വീട്. ഈ വീടിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില 97 ലക്ഷം രൂപ മാത്രമാണ്. 47 സെന്റ്, ഏതാണ്ട് 2700 സ്ക്വയർ ഫീറ്റ്, 4 ബെഡ്റൂം 2 നില വീട്. ഈ വിലയ്ക്കൊക്കെ ഈ വീട് വളരെ ലാഭകരമാണ്. ഏതാണ്ട് ഇവിടുത്തെ സ്ഥലത്തിന്റെ വിലയൊക്കെ വരുന്നുള്ളൂ. വീടിനായിട്ട് വലിയ വിലയൊന്നും കണക്കാക്കുന്നില്ല. ഇഷ്ടികയിൽ പണിതുകൊണ്ട് തന്നെ യാതൊരു സ്ക്രാച്ചോ അങ്ങനെ യാതൊരു പ്രശ്നങ്ങളും ഉള്ള വീടല്ല. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന മനോഹരമായൊരു വീടാണ്. ഉടമ NRI ആണ്. വിദേശത്ത് സെറ്റിൽ ആയതുകൊണ്ട് മാത്രം കൊടുക്കുന്ന മനോഹരമായൊരു വീടാണ്. അത്യാവശ്യം ഒരു വീടിന് വേണ്ട കൃഷികളൊക്കെ ഉള്ളൊരു വീടാണ്. നല്ല ടാറിങ് റോഡ് ഫ്രണ്ടേജ് ഉണ്ട്. അടുത്തൊക്കെ നല്ല വീടുകളാണ് സ്ഥിതി ചെയ്യുന്നത്. കാണുന്ന വീടിന്റെ മതിൽ വരെയാണ് സ്ഥലം വരുന്നത്. ആ റോഡിന്റെ ഇപ്പുറേ കാണുന്ന ഈ പ്രോപ്പർട്ടി കംപ്ലീറ്റ് ഇതിൻ്റെ അകത്തുള്ളതാണ്. ഈ ഭാഗത്തായിട്ടാണ്, വടക്ക് കിഴക്കേ മൂലയ്ക്കായിട്ടാണ് കിണർ വരുന്നത്. വെള്ളം പറ്റുന്ന ഏരിയ അല്ല. ഇവിടെ ജാതിക്കായും പുളിയൊക്കെ ഉണങ്ങാനായിട്ട് ഒരു സ്റ്റോർ കൊടുത്തിട്ടുണ്ട്. നേരെ മുകളിലേക്ക് നോക്കിയാൽ നല്ല വ്യൂ ആണ്. മൊത്തം മലനിരകളാണ്. ഈ ഭാഗത്തൊക്കെയാണ് ഇതിന്റെ വീഴാപ്പൂഞ്ചിറയൊക്കെ വരുന്നത്. നേരെ കാണുന്ന ഏരിയ ആണ് ബാക്കിലെ വ്യൂ. വളരെ വലിപ്പമുള്ള ഒരു കാർ ഷെഡ് ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. വീട്ടിൽ നിന്നാണെങ്കിലും കാർ ഷെഡിൽ നിന്നാണെങ്കിലും നേരെ കിഴക്കോട്ടേക്കാണ് ഇറങ്ങുന്നത്. ഇവിടെ മറ്റൊരു ചെറിയ കാർ ഷെഡ് കൊടുത്തിട്ടുണ്ട്.
മനോഹരമായ ഒരു സിറ്റ് ഔട്ട്. ശരിക്കും ഒരു പോസിറ്റീവ് എനർജി നന്നായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു വീട് തന്നെയാണ്. ഈ വീടിന്റെ കംപ്ലീറ്റ് തടിയുടെ വർക്കുകളെല്ലാം തേക്കിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. വീടിന്റെ ഉള്ളിലേക്ക് ഒന്ന് കിടക്കാം. മനോഹരമായ നല്ല വലിപ്പമുള്ള ഒരു ലിവിംഗ് ഏരിയ. ഇവിടെയാണ് ഡൈനിങ് ഏരിയ വരുന്നത്. നല്ല സ്പേസ് ഉള്ള ഡൈനിങ് ഏരിയ ആണ്. ഡൈനിങ്ങിന്റെ വാഷിങ് ഈ സ്റ്റെയറിന്റെ അടിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗം ടൈൽ ഇട്ടിട്ടില്ല. റെഡ് ഓക്സൈഡാണ് തറയുടെ നിർമ്മിതിക്കായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. ബാത്റൂം അറ്റാച്ച്ഡാണ്. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഇതും ബാത്റൂം അറ്റാച്ച്ഡാണ്. നമുക്ക് കിച്ചണിന്റെ വ്യൂ കണ്ടിട്ട് മുകളിലേക്ക് കയറാം. നല്ല സ്പേസ് ഉള്ള തകർപ്പൻ ഒരു കിച്ചണാണ്. കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. ഇതാണ് സെക്കൻഡ് കിച്ചൺ വരുന്നത്. സാധാരണ അടുപ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ധാരാളം കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഇൻവെർട്ടറൊക്കെ ഫിറ്റ് ചെയ്യുന്ന ഏരിയ. ഇവിടെയും ധാരാളം കബോർഡുകളൊക്കെ ഉണ്ട്. ഇനി മുകളിലേക്ക് കയറാം. ഹാൻഡ് റെയിലൊക്കെ സ്റ്റീലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് വിൽപ്പനയ്ക്കായിട്ട് പണിത വീടല്ല. മൂന്നാമത്തെ ബെഡ്റൂം. മുകളില് ആദ്യത്തെ ബെഡ്റൂമാണ്. ധാരാളം കബോർഡുകളുണ്ട്. ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ വീടിന്റെ ഏറ്റവും വലിയ ആകർഷണീയത ഈ കാണുന്ന ബാൽക്കണിയാണ്. ഇവിടെ ഇരുന്നാൽ നല്ല വ്യൂ ആണ്. മേലെ കാണുന്നതാണ് ഇലവീഴ പൂഞ്ചിറ വരുന്നത്. സ്വസ്ഥമായിട്ട് കാറ്റൊക്കെ കൊണ്ട് നല്ല വ്യൂവില് ഇരിക്കാൻ പറ്റിയ നല്ലൊരു ബാൽക്കണിയാണ്. തൊട്ടപ്പുറത്തായിട്ട് ഇതുപോലെ തന്നെ മറ്റൊരു ബാൽക്കണിയും ഈ വീടിന്റെ മനോഹാരിത കൂട്ടുന്നുണ്ട്. ഇതാണ് നാലാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ഒരു ഏരിയയും കംപ്ലീറ്റ് റെഡ് ഓക്സൈഡാണ് ഉപയോഗിച്ചിരിക്കുന്നത് തറയ്ക്കായിട്ട്. നാലാമത്തെ ബെഡ്റൂം നല്ല സ്പേസ് ഉള്ള ബെഡ്റൂമാണ്. ധാരാളം കബോർഡുകളുണ്ട്. ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ബാത്റൂമിനൊക്കെ ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കംപ്ലീറ്റ് തടി കൊണ്ടാണ് ഹാൻഡ് റെയിലൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. ഇതാണ് മുകളിലത്തെ ഫാമിലി ലിവിംഗ് ഏരിയ. ഇവിടെയാണ് അടുത്ത ബാൽക്കണി വരുന്നത്. ഇവിടെ പൈപ്പ് വെച്ച് അടച്ചിട്ടുണ്ട്. ഇവിടെയാണ് പ്രസ് വർക്ക് ചെയ്ത ഏരിയ വരുന്നത്. വളരെ വലിപ്പമുള്ളൊരു ഏരിയയാണ്. ഇവിടെ തറയോട് പാകിയിരിക്കുന്നു. ഇവിടെയും വാഷിംഗ് മെഷീൻ വെക്കാവുന്ന ഏരിയയാണ്. മൊത്തത്തില്
ഒരു തകർപ്പൻ വീട് തന്നെയാണ്. കോട്ടയം ജില്ലയിലെ പാലായുടെയും തൊടുപുഴയുടെയും ഈരാറ്റുപേട്ടയുടെയും മധ്യത്തിലായിട്ട് നല്ല വീതിയുള്ള റോഡ് സൈഡിൽ 47 സെന്റ് സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഇഷ്ടികയിലും ആറ്റുമണലിലും പണിത തകർപ്പൻ 2 നില വീട്. ഏതാണ്ട് 2700 സ്ക്വയർ ഫീറ്റ് വിസ്തീർണം വരുന്നു. വെറും 97 ലക്ഷം രൂപ മാത്രമാണ് NRI ആയ ഉടമ ഈ വീടിന് വില പറയുന്നത്. നെഗോഷ്യബിൾ ആണ്. വിദേശത്ത് സെറ്റിൽ ആയതുകൊണ്ട് മാത്രം കൊടുക്കുന്ന മനോഹരമായൊരു 4 ബെഡ്റൂം 2 നില വീടാണ്. റോഡിൻ്റെയൊക്കെ നല്ല വ്യൂ ഉള്ള തകർപ്പൻ ഒരു പ്രോപ്പർട്ടിയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ വീട്. നല്ലൊരു കൃഷിപ്പുരയിടത്തോടു കൂടി വറ്റാത്ത കിണർ വെള്ളം. ബസ് റോഡിൽ നിന്ന് വെറും 150 മീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഈ 4 ബെഡ്റൂം 2 നില വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക.